കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദം ആളിക്കത്തുകയാണ്. ഇപ്പോൾ എം കെ രാഘവൻ എംപിയുടെ അവകാശവാദം വസ്തുതാവിരുദ്ധമാണെന്ന് ഇപ്പോൾ ഉദ്യോഗാർത്ഥി നിതീഷ് ടി വി പറയുന്നു. നിയമനം സുതാര്യമല്ലെന്നും അഴിമതി നടന്നുവെന്നുമാണ് നിതീഷ് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. എം കെ ധനേഷ്, ഭരത് ഡി പൊതുവാൾ എന്നിവരോട് കോഴ വാങ്ങി ജോലി വാഗ്ദാനം ചെയ്തു. ഇന്റർവ്യൂ ബോർഡിലെ സർക്കാർ പ്രതിനിധിക്ക് പരാതി നൽകിയിട്ടും പരാതിയിൽ പരാമർശിച്ച ആളുകൾക്ക് തന്നെയാണ് ജോലി നൽകിയതെന്നും നിതീഷ് ടി വി പറയുന്നു. എം കെ രാഘവൻ എംപിയുടെ ബന്ധുവായ ധനേഷ്, പിന്നെ പയ്യന്നൂർ സ്വദേശി ഭരത് ഡി പൊതുവാൾ എന്നിവർക്ക് നേരത്തെ ഈ ജോലി വാഗ്ദാനം ചെയ്തതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അവരോട് അതിനുവേണ്ട സാമ്പത്തികവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പേര് വെച്ച് തന്നെ ഞാൻ സർക്കാർ പ്രതിനിധിക്ക് ഞാൻ പരാതി കൊടുത്തു. ഈ പരാതിയിൽ പറഞ്ഞ വ്യക്തികൾക്ക് തന്നെയാണ് ഇപ്പോൾ മാടായി കോളേജിൽ ജോലി കിട്ടിയിട്ടുള്ളത്. അവരിൽ നിന്ന് 10 ലക്ഷം രൂപയിൽ അധികം കോഴ വാങ്ങിയിട്ടും ആണ് ഈ നിയമനം നടത്തിയിട്ടുള്ളത്. എ കെ അഭിലാഷ് ചേരുന്ന വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഇതിലിപ്പോൾ കത്ത് പുറത്തു വന്നതിന് പിന്നാലെയാണല്ലോ നിതീഷിന്റെ പ്രതികരണവും വരുന്നത്. ധനേഷ്, ഭരത് ജി പൊതുവാൾ ഇവരുടെ പേര് സഹിതം പരാതി നൽകിയിട്ടും യാതൊരു വിധത്തിലും നടപടി ഉണ്ടായില്ല. അവർക്ക് തന്നെ നിയമനം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. എം കെ രാഘവൻ എംപിയുടെ അവകാശവാദങ്ങളെല്ലാം പൂർണ്ണമായും തള്ളുകയാണല്ലോ നിതീഷ്. തീർച്ചയായിട്ടും എം കെ രാഘവൻ എം പിയുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഇത് സാങ്കേതികമായുള്ള പ്രശ്നങ്ങൾ ഊന്നിക്കൊണ്ട് തന്നെയായിരുന്നു. കാരണം സുപ്രീം കോടതിയുടെയും അതോടൊപ്പം തന്നെ PSCയുടെയും ഒക്കെ മാർഗ്ഗനിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു നിയമനം നടത്തിയെന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അതോടൊപ്പം തന്നെ ഇക്കാര്യത്തിൽ യാതൊരു ക്രമക്കേടും നടന്നിട്ടില്ല, സുതാര്യമായി തന്നെയായിരുന്നു നിയമനം നടന്നത്. അതോടൊപ്പം തന്നെ ഇവരുടെ യോഗ്യത കൂടി പരിഗണിച്ചുകൊണ്ടായിരുന്നു നിയമനം നടത്തിയെന്നുള്ള അവകാശവാദമായിരുന്നു അദ്ദേഹം ഇന്ന് രാവിലെ നടത്തിയത്. പക്ഷേ ഇതൊക്കെ തള്ളിക്കൊണ്ടാണ് ഈ ഒരു കത്ത് പുറത്തു വരുന്നത്. നേരത്തെ തന്നെ ഈ കത്ത് നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ നിതീഷിൻ്റെ പ്രതികരണം കൂടി നമുക്ക് ലഭ്യമാവുന്നത്. നിതീഷ് പറയുന്നത് അന്ന് ഇൻ്റർവ്യൂ നടന്നിരുന്ന സമയത്ത് രണ്ടാമത്തേതായിട്ടാണ് തന്നെ ഇൻ്റർവ്യൂ ചെയ്തത്. ആ ഘട്ടത്തിൽ തന്നെ താൻ ഈ സർക്കാരിൻ്റെ പ്രതിനിധിക്ക് ഈ കത്ത് നൽകിയിരുന്നു. അതായത് രണ്ടു പേർക്ക് ഈ വാഗ്ദാനം ചെയ്തു, ജോലി വാഗ്ദാനം ചെയ്തു. 10 ലക്ഷം രൂപ ഇവരിൽ നിന്ന് കോഴ വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് നിയമനം നൽകരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു കത്ത് നൽകിയത്. പ്രധാനമായും ഇത്തരത്തിൽ നിയമനം നൽകുകയാണെങ്കിൽ, ഈ സമിതി നിയമനം നൽകുകയാണെങ്കിൽ അതിൽ ഒപ്പുവെക്കരുത്. ഇത് അങ്ങനെ ഒപ്പുവെക്കുകയാണെങ്കിൽ അത് നിയമപ്രകാരമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വരുമെന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അത്തരത്തിലുള്ള കത്ത് നൽകി എന്നുള്ള കാര്യമാണ് നിതീഷ് പറയുകയും ചെയ്തത്. ഏതായാലും അതേ ആരോപണം ഉന്നയിച്ച അതേ വ്യക്തികൾക്ക് തന്നെയാണ് ഇപ്പോൾ ജോലി ലഭ്യമായിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതായത് ഇക്കാര്യത്തിൽ കോഴ നടന്നു, അതായത് അഴിമതി നടന്നു എന്നുള്ള കാര്യം കൂടി വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഏതായാലും കോൺഗ്രസിൻ്റെ വിമത ഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഈ വിഷയത്തിൽ കോഴ വാങ്ങി അഴിമതി നടത്തി എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരെ തഴഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിലൊരു നീക്കം എം കെ രാഘവൻ്റെയും അതോടൊപ്പം തന്നെ ഭരണസമിതിയുടെ ഭാഗത്തും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാട് തന്നെയായിരുന്നു അവർ ഉയർത്തുകയും ചെയ്തത്. ഏതായാലും ശക്തമായ പ്രതിഷേധത്തിലേക്ക് അവർ പോവുകയും ചെയ്തു. എം കെ രാഘവനെതിരെ ശക്തമായ പ്രതിഷേധം ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. എ കെ അഭിലാഷാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൂടുതൽ ആരോപണങ്ങൾ ഉയർത്തുകയാണ് ഇപ്പോൾ. ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടെ രംഗത്തെത്തിയിരിക്കുന്നു കോഴ ആരോപണവുമായി എന്നതാണ് ശ്രദ്ധേയം.